ഗൈസ്, നമ്മുടെ ഫാമിലി ഏറ്റവും മോശപ്പെട്ട ദിവസമായി നിന്ന് വേറെ ഒന്നും തന്നെയല്ല. ഇവിടെ ഏകദേശം 12-13 ടാങ്കുകൾ ഉണ്ടായിരുന്നു. എല്ലാം ഈ ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്ത് പുതിയതായിട്ട് വെള്ളം നിറയ്ക്കേണ്ട കാര്യം വന്നു. അത് എന്തുവാണ് കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കാണുന്ന യുവന്മാർ തന്നെയാണ് മെയിൻ വില്ലന്മാര്, നമ്മുടെ തവളകൾ. ഒരു രക്ഷയില്ല. ഇവിടെ 13 ടാങ്ക് ഉണ്ടായിരുന്നു. 13ലും 13 പേരാന്ന് തോന്നുന്നു ബ്രീഡായിട്ടുണ്ട്, നിറച്ചും കുട്ടികൾ. ഇവന്മാര് ഒരു പ്രശ്നമുണ്ട്, ഇവന്മാര് വിരിഞ്ഞു വരുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ഫിഷ് ഉണ്ടോ അതെല്ലാം ഉറപ്പായിട്ട് ഡെഡ് ആവും. അത്രയ്ക്ക് വേസ്റ്റേജ് ആയിരിക്കും അവർ ആ വെള്ളത്തിന് വരുന്നത്. പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇന്നൊരു ദിവസം കുത്തിയിരുന്ന് ഒരു ദിവസം മുഴുവൻ നശിച്ചു പോകുന്ന രീതിയിലുള്ള പണിയായിരുന്നു ഇന്നത്തെ ഫാമിൽ. അങ്ങനെ ഇരുന്ന് ഓരോ ടാങ്കും ക്ലീൻ ചെയ്ത് അതിൽ പുതിയ വെള്ളം നിറച്ച് ഏറ്റവും ലാസ്റ്റ് ഇനി ഒരു തവള കാരണം നമ്മുടെ ഒരു ടാങ്കും വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഫുള്ളി കവറായിട്ട് നമ്മൾ ഗ്രീൻ നെറ്റും യൂസ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ പണിയെ തീർത്തിരിക്കുന്നത്. ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഫിഷസിനെ സെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും ചെറിയ ചെറിയ മഴകളൊക്കെ വരാൻ പോവാണ്. നിങ്ങളുടെ ഫാമിൽ വീണ്ടും ഇതേപോലുള്ള അവസ്ഥകൾ ഉണ്ടാവും. ഇതിപ്പോ എനിക്ക് എന്തുമാത്രം കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ നമ്മുടെ ഒരുപാട് ഷ്രിമ്പിന്റെ ടാങ്കുകളിൽ ഇതേ അവസ്ഥ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എഗ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് ഒന്നിനെ പോലും രക്ഷപ്പെടുത്തി എടുക്കാനൊന്നും പറ്റില്ല, ഫുള്ള് ഡെഡായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഓപ്പൺ ആയിട്ട് ഫിഷിനെ വളർത്തുന്നത് കഴിവതും അടച്ചു വെക്കാൻ ശ്രമിക്കുക. ഇവന്മാര് നോർമലി നൈറ്റ് സമയമാണ് ഇവന്മാര് ബ്രീഡ് ആവുന്നത്. അതുകൊണ്ട് പകല് തുറന്നു വെച്ചാലും രാത്രിയാകുമ്പോൾ ടാങ്കുകളെല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുന്നത് കവർ ചെയ്തിട്ട് ഉറങ്ങാൻ ശ്രമിക്കാവും.